Next question, limit x tends to 2, f of x divided by x square which is equal to 1. Then find എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ എക്സ് ടെൻസ് ടു -2 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഇതും 2 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ എക്സ് ക്യൂബ് കാണണം അല്ലേ. അതായത് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. അതായത് താഴെ ഒരു എക്സിൻ്റെ കുറവുണ്ട്. ആ എക്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മാത്രം പോരാ, എന്തും കൂടെ വേണം? ഒരു എക്സും കൂടെ വേണം. അത്രയല്ലേ ഉള്ളൂ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1/x ആണ്. ഇനി രണ്ട് സൈഡിലും അങ്ങ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു, ഇനി ഇവിടെ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/x. ഇനി വാല്യൂ കൊടുത്താൽ മതി. ഇത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? 1 ആണ് അല്ലേ. അപ്പുറത്ത് ലിമിറ്റ് കൊടുത്താൽ 1/-2 വരും. സോ ആൻസർ -1/2. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇനി നമുക്ക് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ മാർക്കിനും ചോദിക്കാറുണ്ട്. ചെറിയ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² പ്ലസ് 8x - 3 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 2. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ നോക്കേണ്ട കാര്യം ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റി ഒക്കെ കൊടുക്കുന്ന സമയത്ത് താഴെ എന്ത് വരും? ഇൻഫിനിറ്റി ഒക്കെ വരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന് ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റുമോ എന്നുള്ള രൂപത്തിലേക്ക് നോക്കിയാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² പ്ലസ് 8x - 3 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് വരും? ഇതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, നമുക്ക് മുകളിൽ നിന്ന് ഒരു x² അങ്ങ് പുറത്തേക്ക് എടുക്കാം. രണ്ടിനെയും x² പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് ക്യാൻസലായി പോകുമ്പോൾ അത്രത്തോളം എന്താവും? ക്വസ്റ്റ്യൻ അങ്ങ് ചെറുതായിക്കോളും. x² പോന്നു കഴിഞ്ഞാൽ അവിടെ 5 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അവിടുന്ന് x² പോന്നു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 8/x അല്ലേ ഉണ്ടാവുക അല്ലേ. അപ്പുറത്തുനിന്ന് പോന്നു കഴിഞ്ഞാലോ 3/x². x² അവിടെ ഇല്ല. അപ്പോൾ 8xൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് 8x/x², ഇത് കട്ട് ചെയ്തിട്ടാണ് 8/x ആവുന്നത്. ക്ലിയർ ആയില്ലേ? സോ ഇവിടുന്ന് x² പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 3 വരും. ഇവിടെ അപ്പോൾ എന്ത് വരും? 2/x² എന്നും വരും. ഇനി നമുക്ക് x² അങ്ങ് ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇനി ബാക്കിയുള്ളടത്ത് നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ മതി. ഡയറക്റ്റ് വാല്യൂ അങ്ങ് കൊടുത്താൽ മതി. അതായത് 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? അല്ലെങ്കിൽ എന്ത് ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ വരിക? 0 ആണ് വരിക. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 + 8/∞ എന്ത് വരും? 0 വരും അല്ലേ. ദെൻ അവിടെ എന്ത് വരും? 3/∞, അതും എന്ത് വരും? 0 വരും. ഡിവൈഡഡ് ബൈ 3 + ഇവിടെ എന്ത് വരും? 0 വരും. സോ ആൻസർ എന്ത് വരും? 5/3 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് 2 മാർക്സിന് ചോദിക്കാറുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ പരാബോള y is equal to x² at the point P of
2,4. Write an equation for the tangent to the parabola ആണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എൻ ഇക്വേഷൻ. ഇത് 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് എൻ ഇക്വേഷൻ ഫോർ ദ ടാൻജൻറ്റ് ടു ദ പരാബോള. അറ്റ് ദിസ് പോയിൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. 5 മാർക്കിന് ചോദിക്കും. ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇക്വേഷൻ ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്? ഇക്വേഷൻ ഓഫ് ദ ഗിവൺ കർവ്. എന്താണ്? y = x² ആണ് തന്ന കർവിൻ്റെ ഇക്വേഷൻ. ഇനി സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. സ്ലോപ്പ് എങ്ങനെ കാണും? dy/dx ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ തന്ന ക്വസ്റ്റ്യൻ്റെ ഡെറിവേറ്റീവ് ആണ് d/dx ഓഫ് x². എന്ത് വരും? x² ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ. ഇനി സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ ഗിവൺ കർവ് അല്ലേ. അതായത് എന്ത് ചെയ്യുക? dy/dx എന്താണ്? എക്സിൻ്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കിയേ. 2ഉം 4ഉം ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 2,4 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 2,4 എന്ന് പറയുന്നതിൽ ഈ ആദ്യത്തെ വാല്യൂ x0 ആണ്, രണ്ടാമത്തെ വാല്യൂ എന്താണ്? f(x0) ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ x = എന്താ നമ്മൾ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തന്നുള്ളത് 2,4 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് അറ്റ് x = എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. മനസ്സിലായോ? എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? x0ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ എന്ത് വരും? 2 × 2 എന്ത് വരും? 4 എന്നുള്ളത് വരും. ഇനി റിക്വയർഡ് ലൈനിൻ്റെ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ. എന്താ ഇക്വേഷൻ? ഇതാണ് ഇക്വേഷൻ. y = f(x0) പ്ലസ് f'(x0) ഇൻറ്റു x മൈനസ് x0. നമ്മൾ ലീനിയറൈസേഷൻ ഒക്കെ പഠിച്ച പോലെ f(x0) എന്താ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു അല്ലേ. x0ഉം f(x0) പറഞ്ഞു എന്തായിരുന്നു? 4 ആണ്. f'(x0) നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് വന്നത്? അതും 4 ആണ്. x മൈനസ് x0 എത്രയായിരുന്നു? 2 ആണ്. സോ എന്ത് വരും? 4 + 4x അല്ലേ. ദെൻ -8 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 4x - 4 എന്ന് വരും. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ ആദ്യം നമുക്ക് ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? -4x വരും. ഇനി ഇതിനിങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? +4 ആവും അല്ലേ. ദെൻ +y = 0. നമുക്ക് ആദ്യം മൈനസ് അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ എന്ത് വരും? 4x - 4 -y = 0. y ഇൻ ബിറ്റ്വീൻ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ 4x - y - 4 = 0. ക്ലിയർ ആയോ? ഇതുവരെ എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് ദ പരാബോള തന്നിട്ട് സ്ലോപ്പ് ഓഫ് ദ പരാബോള കണ്ടുപിടിച്ചതിന് ശേഷം ടാൻജൻറ്റ് ടു ദ പരാബോളയുടെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. എളുപ്പമാണ്. 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതും 2 മാർക്സിന് ചോദിക്കുന്നതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) = 3x² + 8x at x0 = -2 and x0 = 1/2. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ f(x) = എന്താണ്? f(x) = 3x² + 8x ആണ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. f'(x). 3x കൊണ്ട് ഡെറിവേറ്റീവ് എന്ത് വരും? 3 × 2x അല്ലേ. ദെൻ 8xൻ്റെ എന്ത് വരും? 8 വരും. സോ 6x + 8 എന്ന് വരും ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ഇതിന് എന്താ പറഞ്ഞുള്ളത്? അറ്റ് x0 = രണ്ടെണ്ണം തന്നില്ല അല്ലേ. -2ലും ചെയ്യണം, അതുപോലെ തന്നെ
1/2 ചെയ്യണം, വാല്യൂ കൊടുത്താൽ മതി. അതായത് എഫ് ഡാഷ് ഓഫ് -2 ചെയ്യാം. എക്സ് കാണുന്നോടത്ത് -2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 6 × -2 + 8 -12 + 8 വരും. ആൻസർ എന്ത് വരും? -4 വരും. ഇനി അതേപോലെ തന്നെ എക്സ് നോട്ടിൻ്റെ വാല്യൂ 1/2 ആണ് ക്വസ്റ്റ്യനിൽ പിന്നെ പറഞ്ഞുള്ളത്. അപ്പോൾ എക്സ് കാണുന്നോടത്ത് എന്ത് കൊടുക്കുക? 1/2 കൊടുക്കുക ഡെറിവേറ്റീവിൽ. സോ 6 × 1/2 + 8. 6ൻ്റെ ഹാഫ് എന്താണ്? 3 ആണ് അല്ലേ? സോ 3 + 8 എന്ത് വരും? 11 വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അതിന് എന്ത് ചെയ്യുക? വാല്യൂസ് കൊടുക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്.